ഏകാഗ്രതയിലും ജപം ചെയ്യണം. അത് തന്നെ ഒരു ഏകാഗ്രതയാണ്. ആ ജപം നമ്മളെ ബോധതലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സഹായിക്കും. മനസ്സ് നമ്മുടെ കയ്യിലല്ല, ഇപ്പം പല വസ്തുവിലും ബന്ധിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അതിനെ തലത്തിലേക്ക് നമ്മൾ പോകണം. ഓർക്കുമ്പോൾ ജപിക്കണം, നമ്മൾ ഓർത്ത് ജപിക്കുന്നത് നല്ലതായിരിക്കും. ഒരു സാധകനെ അപേക്ഷിച്ചിട്ടാണ് പറയണം. ആ ലക്ഷ്യം പരമാത്മ ലക്ഷ്യമുണ്ട് ഉള്ളവർ പറയുന്നതാണ്. പഴയ കാലത്ത് ഗോപികളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് അവരുടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആ ജപത്തിലൂടെ അവർ ആ ബോധത്തെ കൊണ്ടുവരാൻ അവർ ഉപയോഗിക്കുന്ന എല്ലാത്തിലും വലിയ പാത്രത്തിൽ കൃഷ്ണ ലമുളവാർത്തി മുരാരെ മുകുന്ദ ഗോവിന്ദ അങ്ങനെയൊക്കെ എഴുതിയാണ്, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഗോവിന്ദനെന്ന് പറയുമ്പോൾ അത് വലിയ പാത്രമായിരിക്കും. അങ്ങനെയാണ് എഴുതി. പിന്നെ അവർ മോര് തൈര് വിൽക്കാൻ പോയതും കൃഷ്ണ ഗോവിന്ദ മുരാരെ എന്ന് പറഞ്ഞിട്ടാണ്, മോരെ തൈര് വെണ്ണ എന്നുള്ളതിന്. അപ്പം ആ ഒരു ഭാവത്തിൽ ബിസിനസ് ചെയ്തും ഭർത്താവിനെയും കുട്ടികളെയും നോക്കിയാണ് അവർ സാക്ഷാത്കാരത്തിലേക്ക് ഋഷികൾ യുഗം ചെയ്ത് സാക്ഷാത്കരിക്കാൻ വെച്ച കാര്യങ്ങൾ. ഗോപികൾ ഈ എല്ലാം വിട്ടിട്ട് വേണം ഋഷികൾ തപസ് ചെയ്യാൻ. ഗോപികൾ ഈ അനാഥത്തിൽ നിന്നുകൊണ്ട് മക്കളെയും കുടുംബം വെച്ച് സാക്ഷാത്കരിച്ച പ്രേമം എന്നുകൊണ്ടാണ്. അപ്പം അത് കുടുംബത്തിൽ നിന്ന് തന്നെ ആ ഓരോ ഭാവത്തിലാണ് നീങ്ങിയത്. ഭർത്താവിനൊരു എഴുത്തെഴുതാണ്. അപ്പം പേന എടുക്കുമ്പോഴും ആർക്കെഴുതാൻ വേണ്ടിയാണ്, മഷി എടുക്കുമ്പോഴും ആർക്കെഴുതാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ പേപ്പർ എടുക്കുമ്പോഴും ആർക്കെഴുതാൻ വേണ്ടിയാണ്, എഴുതുമ്പോഴും ആർക്കെഴുതാൻ വേണ്ടിയാണ്, ഭർത്താവിന് എഴുതാൻ വേണ്ടിയാണ്. അപ്പം അതേപോലെ അനാനാത്വത്തിൽ ഏകത്വമല്ലേ. അതുപോലെ നമ്മൾ പൂജപാത്രം എടുക്കുമ്പോഴും തിരശ്ശീല തെറുക്കുമ്പോഴും വിളക്കെടുക്കുമ്പോഴും വിളക്ക് കഴുകുമ്പോഴും എണ്ണ ഒഴിക്കുമ്പോഴും ആർക്ക് വേണ്ടി എന്നുള്ള ബോധത്തോടുകൂടി ഈശ്വരന് വേണ്ടി എന്നുള്ള ബോധം. പക്ഷെ ജ്ഞാനം അടിസ്ഥാനമായിട്ടും ഉണ്ടാകണം. അപ്പം ജ്ഞാനത്തോടുകൂടി വരുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയാകുന്നത്. ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം അടിസ്ഥാനമായിട്ട്. അപ്പോഴെല്ലാം നമ്മൾ ആ ടാങ്കിൽ ഒഴിക്കുന്ന വെള്ളം പോലെ, ടാങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ വീട്ടുപടിയിൽ ടാങ്കിലേക്ക് വെള്ളം കരുതും, പക്ഷെ വീട്ടിൽ അടുക്കളയിൽ വെള്ളം വന്ന് കിട്ടുന്നുണ്ട്. അപ്പം ടാങ്കിലേക്ക് ഒഴിക്കുമ്പോൾ തന്നിലേക്ക് തൻ്റെ അടുത്ത് മുറിയുടെ അകത്ത് കിട്ടാൻ സഹായിക്കും. അതുപോലെ അവിടത്തേക്ക് എന്നുള്ള നമ്മളിലേക്കുള്ള ഉണവാണ്. പരമാത്മ ചിന്ത നമ്മളിലേക്കുള്ള ഉണവാണ്. അത് നാം തന്നെ ഉണർത്തുത്തിഷ്ട ജാഗ്രത പറയുന്ന അതിലേക്കുണ്ട്. ഉണരുവിന് എഴുന്നേക്കുവിൻ, അല്ലെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള ഒരു തത്വത്തിലേക്ക് തന്നെയാണ് ഉണരുന്നത്. അജ്ഞാനം വരും. ചിലന്തി ആരെ ആശ്രയിക്കുന്നില്ല. എങ്ങോട്ട് പോകുമ്പോഴും തന്നെ ആ നൂല് നൂത്ത് വലയുണ്ടാക്കുകയാണ്. മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ നൂലൂത്ത് അങ്ങനെയുള്ള കൂട്ടിൽ അങ്ങനെയാണ് ഉണ്ടാക്കി അതിൽ വരുന്ന കൊതുവിനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നമ്മുടെ മനസ്സിനെ ഉണർത്തിയെടുക്കണം. അപ്പോൾ തന്നിൽ ഈ ശക്തി ഉണ്ട്. ചിലന്തി എങ്ങോട്ട് പോലും നൂല് നോക്കുന്ന പോലെ നമ്മുടെ മനസ്സ് പരമാത്മബോധത്തെ തന്നെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഈ ജപം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരേ മന്ത്രം, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരേ ഈശ്വരൻ, അത് തന്നെ എന്നെ കൂടി ചലിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതിൻ്റെ കൂടി ആ ശക്തി തന്നെയുണ്ട്. അതെല്ലാം ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ യന്ത്രം നീ യന്ത്രി, ഞാൻ രഥം നീ രഥി, ഞാൻ ഗ്രഹം നീ ഗ്രഹനായികി എന്ന് നമ്മളിപ്പം പറയുമല്ലോ. അപ്പം ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ അവിടെ നിന്നാണ്. അതാണ് അർജുനൻ്റെ. പിന്നെ ഇവിടെ കർത്തൃത്വമില്ല അർജുനെ. കൃഷ്ണൻ നീ അല്ല ഞാനാണെന്നുള്ള ഭാവത്തെ അവിടെ നിന്ന് ജയിക്കുന്നുള്ള ഭാവത്തിലാണ്. പിന്നെ നേരത്തെ ഞാൻ ചെയ്യുന്നു. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ആ കർത്തൃത്വം പുണ്യവും പാവവും നമുക്ക് തന്നെ വരുന്നു. അവിടുന്ന് ചെയ്യിക്കുന്നു. ആ ഒരു ഭാവത്തോടു കൂടിയാണ് പിന്നെ അർജുനൻ്റെ യുദ്ധം നടക്കുന്നത്. അപ്പം അർജുനന് അതുകൊണ്ട് പിന്നെ പുണ്യവും പാവവും ചിന്തിച്ചില്ല, ബന്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് അർജുനൻ്റെ യുദ്ധം യജ്ഞമാകുകയും ദക്ഷൻ്റെ യജ്ഞം യുദ്ധമായി തരികയും ചെയ്തത്. ആ ദക്ഷൻ ഞാൻ ജയിക്കുന്നു, അവിടെ ഈശ്വരനില്ല, ശിവനെ അവഗണിക്കുകയാണല്ലോ. ഞാൻ ഈശ്വരനെ വേണ്ട, ഞാനാണെല്ലാം എന്നുള്ള രീതിയിലാണ് യജ്ഞം നടത്തിയത്. ശിവനെ ക്ഷണിച്ചില്ലെന്നാണല്ലോ കഥകൾ പറയും. അപ്പം ഞാൻ ചെയ്യുന്നുള്ള ഭാവത്തിൽ ചെയ്തതിൻ്റെ ഫലം അത് യുദ്ധമായി വന്നു. അവിടുന്ന് ജയിക്കുന്നുള്ള ഭാവത്തിൽ ചെയ്തപ്പോൾ അത് യജ്ഞമായി വന്നു. ധർമ്മം നിലനിർത്തുക. രാജാവിൻ്റെ ധർമ്മം എന്താണ്? പ്രജകളെ രക്ഷിക്കേണ്ട രാജാവാണ്. അവിടെ കർത്തൃത്വമില്ല. അപ്പോൾ അവിടെ പുണ്യവും പാവവും വരുന്നില്ല. കോർട്ടിലെ ഒരു ജഡ്ജി വിധി പറയുന്നവർ, ശരിക്കും ധർമ്മത്തിൽ വിധി പറയുന്ന ജഡ്ജി, അതവർക്ക് പുണ്യം പാവം വരത്തില്ല. അപ്പോൾ അതേപോലെ നമ്മളെ ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്യും. ജ്ഞാനം മനസ്സിലാക്കി ചെയ്യുമ്പം നമ്മൾ ഏത് കർമ്മവും പരമാത്മാവിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. അതുവരെ ഈ ബോധം കൊണ്ടുവരാൻ നമുക്ക് യമനിയമങ്ങളും പൂജകളും ജപങ്ങളും ഹോമങ്ങളും ബോധതലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സഹായിക്കും.